നിലമ്പൂരിൽ 8 നിലയിലല്ലെങ്കിലും CPM പൊട്ടിയിരിക്കുകയാണ്. ഈ പരാജയം CPM സംസ്ഥാന സെക്രട്ടറിക്ക് വരും നാളുകളിൽ വൻ തലവേദനയാകുമെന്ന സൂചനകളാണ് ഇപ്പോഴിതാ പുറത്തു വരുന്നത്. പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയരാനിടയുള്ള വിമർശനത്തിന്റെ ആദ്യപടിയായി നന്ദിയുണ്ട് മാഷി എന്ന് പരിഹസിക്കുന്ന പോസ്റ്റുകൾ വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. റെഡ് ആർമി എന്ന ഫേസ്ബുക്ക് പേജിൽ വന്ന പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. എന്തെന്നാൽ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ മാതൃഭൂമി ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പഴയ CPM RSS ബന്ധത്തെക്കുറിച്ച് ഗോവിന്ദൻ വെളിപ്പെടുത്തിയത്. അടിയന്തരാവസ്ഥ കാലത്ത് CPM RSSുമായി സഹകരിച്ച് പ്രവർത്തിച്ചുവെന്നാണ് സെക്രട്ടറി തുറന്നടിച്ചത്. UDF അത് രാഷ്ട്രീയ ആയുധമാക്കി തിരഞ്ഞെടുപ്പിൽ മാറ്റുകയും ചെയ്തു. തുടർന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസത്തിലായിട്ട് പോലും ഗോവിന്ദൻ അടക്കമുള്ളവർ വാർത്താ സമ്മേളനം നടത്തി വിശദീകരണം നൽകുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ മുഖ്യമന്ത്രിയും CPIയും ഇത് തള്ളി പറഞ്ഞെങ്കിലും അതുണ്ടാക്കിയ ഡാമേജ് പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. BJP വോട്ട് ലഭിക്കാൻ വേണ്ടിയാണ് ഗോവിന്ദൻ പഴയ ബന്ധം ഓർമ്മിപ്പിച്ചതെന്ന ആരോപണം പോലും കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു. അതിനാൽ തന്നെ നിലമ്പൂരിലെ തോൽവിക്ക് കാരണം ഗോവിന്ദനാണെന്നാണ് ഇപ്പോഴുള്ള CPM വിലയിരുത്തൽ. അതിനാൽ ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി പദവി രാജിവെക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്.